ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യുളേറിയൻ ഗ്രാഫുകളെ കുറിച്ചാണ്. അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18th സെഞ്ചുറിയിലാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യുളേറിയൻ ഗ്രാഫ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു യൂളർ ട്രയൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രയൽ എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ട്രയൽ എന്തായിരുന്നു? എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത ഒരു വാക്കിനെയാണ് ട്രയൽ എന്ന് പറയുന്നത്. എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത ഒരു വാക്കിനെയാണ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂളർ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂളർ ട്രയൽ ഇൻ എ ഗ്രാഫ് ജി ഈസ് എ സ്പാനിങ് ട്രയൽ ഇൻ ജി ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എഡ്ജസ് ഓഫ് ജി. ജിയുടെ എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പാനിങ് ട്രയൽ ആണ് എന്ത്? യൂളർ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഗ്രാഫ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അതിന്റെ ഒരു യൂളർ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു പാത്താണ്, എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെ, ഒരു വാക്കാണ്, എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വാക്ക്. അപ്പോൾ അതെന്താണ്? ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പാനിങ് ട്രയലും കൂടെയാണ്. അതായത് എന്താണ്? ജിയിലുള്ള എല്ലാ വെർട്ടെക്സും ഈ ട്രയൽ കണ്ടെയ്ൻ ചെയ്യണം. വെർട്ടെക്സ് മാത്രം കണ്ടെയ്ൻ ചെയ്താൽ പോരാ, എന്തും കൂടെ കണ്ടെയ്ൻ ചെയ്യണം? എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്യണം. എല്ലാ വെർട്ടെക്സും എല്ലാ എഡ്ജും എന്തിൽ കണ്ടെയ്ൻ ചെയ്യണം? ഈ യൂളർ ട്രയലിൽ കണ്ടെയ്ൻ ചെയ്യണം. എന്ത് ചെയ്യാനും പാടില്ല? എഡ്ജുകളൊന്നും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അതാണിത്. എ ഗ്രാഫ് ജി കണ്ടെയ്നിങ് സ്പാനിങ് ട്രയൽ ഇൻ ജി ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ എഡ്ജസ് ഓഫ് ജി. ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ എല്ലാ എഡ്ജുകളും എല്ലാ വെർട്ടിസസുകളും ഈ യൂളർ ട്രയലിൽ ഉണ്ടാവണം. അത് കൂടാതെ അതിലെ ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള ട്രയലുകളെയാണ് നമ്മൾ എന്ത് പറയാ? യൂളർ ട്രയൽ എന്ന് പറയാം. ഇനി ഒരു യൂളർ ട്രയലിന് എപ്പോഴാണ് ഒരു യൂളർ ടൂർ എന്ന് പറയാ? ആ ഒരു യൂളർ ട്രയൽ ക്ലോസ്ഡ് ആണെങ്കിൽ, അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടിസസ് തന്നെയാണ് അത് എൻഡും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂളർ ടൂർ എന്ന് പറയും. ഒരു ഗ്രാഫിന്റെ യൂളർ ടൂർ എന്ന് പറയും. അപ്പൊ ഒരു യൂളർ ട്രയൽ ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെ എന്ത് പറയാം? യൂളർ ടൂർ എന്ന് പറയാം. ഇനി യുളേറിയൻ, ഒരു ഗ്രാഫിന് എപ്പോഴാണ് യുളേറിയൻ എന്ന് പറയാ? ആ ഒരു ഗ്രാഫിൽ എന്താണ്? മിനിമം ഒരു യൂളർ ടൂർ എങ്കിലും ഉണ്ടാവണം. അപ്പൊ എന്തായിരുന്നു യൂളർ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള യൂളർ ട്രയലിനെയാണ് യൂളർ ടൂർ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു യൂളർ ടൂർ എങ്കിലും ഒരു ഗ്രാഫിൽ ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? യുളേറിയൻ ഗ്രാഫ് എന്ന് പറയും. അപ്പൊ യൂളർ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് യൂളർ ട്രയൽ ആയിരുന്നു. അപ്പൊ യൂളർ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസസുകളും വേണം, എല്ലാ എഡ്ജുകളും വേണം. അങ്ങനെയുള്ള ഒരു ട്രയൽ എന്താണ് പ്രത്യേകത? ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ട്രയലാണ് എന്ത്? യൂളർ ട്രയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു യുളേറിയൻ ഗ്രാഫിന് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രാഫ് എന്താണ്? യുളേറിയൻ ഗ്രാഫ് ആണ്. അപ്പൊ ഇതൊരു യുളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു യുളേറിയൻ ടൂർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള യുളേറിയൻ ട്രയൽ കണ്ടുപിടിക്കാൻ പറ്റും. ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വാക്കാണ്. അതായത് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിസസ്, ഒരു എഡ്ജ്, ഒരു വെർട്ടെക്സ്, ഒരു എഡ്ജ് എന്നുള്ള രീതിയിലുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുക. ഈ ഒരു വെർട്ടെക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെവിടെ തന്നെ എത്തണം? ഈ വെർട്ടെക്സ് തന്നെ തിരിച്ചെത്തണം. ഈ വെർട്ടെക്സ് തിരിച്ചെത്തിയാലും പോരാ, ഈ ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജും അത് കണ്ടെയ്ൻ ചെയ്യും വേണം. എഡ്ജുകളൊന്നും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ ഒരു പാത്ത് ഇതുവഴി വന്നിട്ട് അല്ലെ, ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് തൊട്ടടുത്ത വെർട്ടെക്സിലേക്ക്, ഇവിടെ നിന്ന് ഈ ഒരു വെർട്ടെക്സിലേക്ക്, അടുത്ത വെർട്ടെക്സിലേക്ക്, അടുത്തതിലേക്ക്, 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 തിരിച്ചിവിടെ, തിരിച്ചിതിൽ തന്നെ എത്താൻ പറ്റും. അപ്പൊ എന്താണ്? ഇതിലെന്താണ്? എല്ലാ എഡ്ജുകളും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, എല്ലാ വെർട്ടിസസുകളും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ക്ലോസ്ഡ് ആണ്, എഡ്ജുകളൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെന്താണ്? ഒരു യുളേറിയൻ ടൂർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രാഫില്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫ് എന്താണ്? യുളേറിയൻ ഗ്രാഫ് ആണ്. എന്നാൽ ഈ ഒരു ഗ്രാഫോ? ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോണിഗ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിനെ നമ്മൾ ഗ്രാഫ് തിയറിയിലേക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്രാഫ് ആയിരുന്നു കിട്ടിയത്. ഈ ഒരു ഗ്രാഫിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല? നിങ്ങൾ ഏതൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് എല്ലാ വെർട്ടെക്സിലും ടച്ച് ചെയ്യും വേണം. ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യരുത്. എല്ലാ എഡ്ജുകളും അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു ടൂർ അല്ലെങ്കിൽ യുളേറിയൻ ട്രയൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഈ ഒരു ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ വെച്ചിട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ഒരു യുളേറിയൻ ടൂർ ഈ ഒരു ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? യുളേറിയൻ ഗ്രാഫ് അല്ല.
അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് എക്സാമ്പിളുകളൊക്കെ സ്വന്തമായിട്ട് കുറച്ച് ഗ്രാഫുകളൊക്കെ വരച്ച് അത് യുളേറിയൻ ഗ്രാഫ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യുക? അതിലൊരു യുളേറിയൻ ട്രയൽ യുളേറിയൻ ടൂർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള യുളേറിയൻ ട്രയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്ന് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഏത് യുളേറിയൻ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അത് കണക്റ്റഡ് ആവും. കാരണം എന്താ? യുളേറിയൻ ഗ്രാഫ് ആണെങ്കിൽ അതിലൊരു യുളേറിയൻ ടൂർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള യുളേറിയൻ ട്രയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണ് യുളേറിയൻ ട്രയലിന്റെ പ്രത്യേകത? ആ ഒരു ട്രയൽ എന്താണ്? എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും, എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ഒരു ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? കണക്റ്റഡ് ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക.